Okay, അപ്പോൾ നമ്മൾ വി ആർ സ്റ്റാർട്ടിങ്ങിൻ്റെ തേർഡ് മൊഡ്യൂൾ. ഓക്കെ, തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഏതൊക്കെയോ ഹെഡിങ് മൊഡ്യൂൾ 3 second law of thermodynamics. സീറോത്ത് ലോ പഠിച്ചായിരുന്നല്ലോ. സീറോത്ത് ലോ പഠിച്ചായിരുന്നല്ലോ. എന്തായിരുന്നു സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? എന്തായിരുന്നു സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? വാട്ട് ഈസ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ഏത് അർത്ഥത്തിൽ ചോദിച്ചാലും പറയണമെന്ന് ഞാൻ പറഞ്ഞ. A system A in equilibrium with C and B equilibrium in C, then it states that A and B are in thermodynamics. Okay, what is the significance of zeroth law? What is the significance of zeroth law? Significance എന്താണ്? എന്ത് കോൺസെപ്റ്റ് ആണ് സീറോത്ത് ലോയ്ക്കകത്തുള്ള ഡെറൈവ് ചെയ്ത് വരുന്നത്? ടെമ്പറേച്ചർ. കോൺസെപ്റ്റ് ഓഫ് ടെമ്പറേച്ചർ അല്ലേ? അതിൻ്റെ ബേസിസിൽ നമ്മൾ കുറേ ടെമ്പറേച്ചർ സ്കെയിൽ പഠിച്ചു, ടൈപ്സ് ഓഫ് തെർമോമീറ്റർ എല്ലാം പഠിച്ചു. ആണോ? ക്ലിയർ ആണല്ലോ അതൊക്കെ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്ന് ഫസ്റ്റ് ലോ പഠിച്ചു. ഫസ്റ്റ് ലോ എന്താ പറയുന്നത്? ഫസ്റ്റ് ലോ എന്താ പറയുന്നത്? ഫസ്റ്റ് ലോ എന്താ പറയുന്നത്? ഫസ്റ്റ് ലോയുടെ കോൺസെപ്റ്റ് എന്താണ്? കോൺസെപ്റ്റ് നോ ഐഡിയ. കൺസർവേഷൻ ഓഫ് എനർജി. കൺസർവേഷൻ ഓഫ് എനർജി ആണ് അതിൻ്റെ കോൺസെപ്റ്റ്. ദാറ്റ് ഇസ് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. അതാണ് ഫസ്റ്റ് ലോയുടെ കോൺസെപ്റ്റ്. അതായത് ക്യൂ എന്ന് പറയുന്ന ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഡബ്ല്യു ഭാഗം വർക്കായിട്ട് ഉപയോഗിക്കുന്നു, ബാക്കി ഡെൽറ്റ ഈ ഭാഗം അതിൻ്റെ ഇൻ്റർണൽ എനർജി റേസ് ചെയ്ത് ഉപയോഗിക്കുന്നു. ഇവിടെ ക്യൂ ഹീറ്റ് രണ്ടായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ഇൻ്റർണൽ എനർജി ചേഞ്ചും വർക്കും അല്ലേ? അപ്പോൾ ഈ ക്യൂ ഹീറ്റ് ഡിസ്ട്രോയ് ആയി പോയിട്ടില്ല. പിന്നെന്താ സംഭവിച്ചത്? കൺവേർട്ടഡ് ഇൻടു ടു ഫോംസ്. ആണോ? രണ്ട് ഫോംസിലോട്ട് കൺവേർട്ട് ആയിരിക്കുന്നു. ഒന്ന് ഡെൽറ്റ ഇയും പിന്നെന്താണ് ഡബ്ല്യുവും. ക്ലിയർ അല്ലേ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു. പിന്നെ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അപ്ലൈ ടു സ്റ്റഡി ഫ്ലോ പ്രോസസ്സ് പഠിച്ചു. ആണോ? സ്റ്റഡി ഫ്ലോ പ്രോസസ്സ് പഠിച്ചു. അതിനകത്ത് നമുക്ക് ഇക്വേഷൻസ് കിട്ടി അല്ലേ? സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ പഠിച്ചില്ലായിരുന്നു? അതെന്തുവായിരുന്നു? സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ എന്താണോ? സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ എന്താണോ? ഒരുപാട് പ്രോബ്ലം ഞാൻ ചെയ്യിപ്പിച്ചു, ഇനിയും ചെയ്യിപ്പിക്കാം. W1 ഇൻറ്റു H1 പ്ലസ് V1 സ്ക്വയർ ബൈ 2 പ്ലസ് Z1G പ്ലസ് dQ/dτ ഈസ് ഈക്വൽ ടു W2 ഇൻറ്റു H2 പ്ലസ് V2 സ്ക്വയർ ബൈ 2 പ്ലസ് Z2G പ്ലസ് dWx ഡിവൈഡ് ബൈ dτ. ഈ ഇക്വേഷൻ പല പല സിറ്റുവേഷൻസിലുള്ളതല്ല നമ്മൾ പഠിച്ചു. ഫസ്റ്റ് പഠിച്ചത് നോസിൽ ഡിഫ്യൂസർ ആണ്. സെക്കൻഡ് പഠിച്ചത് കംപ്രസർ ടർബൈൻ പഠിച്ചു. പിന്നെ നമ്മൾ ത്രോട്ടിലിംഗ് ഡിവൈസ് പഠിച്ചു അല്ലേ? ആണോ? ഇതൊക്കെ പഠിച്ചോ? ഇതിൻ്റെ എല്ലാം നമ്മൾ പ്രോബ്ലംസും ഏറെക്കുറെയൊക്കെ ചെയ്തു. ഇനിയുണ്ട് പ്രോബ്ലംസ്, പല വെറൈറ്റി പ്രോബ്ലംസ് ചെയ്താലും തീരാത്തത്ര പ്രോബ്ലംസ് നമുക്ക് ഈ തെർമോഡൈനാമിക്സിനകത്തുണ്ട്. അപ്പോൾ മാക്സിമം ഞാൻ ചെയ്യിപ്പിച്ചു, ഇനിയും ഞാൻ ചെയ്യിപ്പിക്കാം. നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേന് കുറച്ച് പ്രോബ്ലംസ് അസൈൻമെൻ്റ് ആയിട്ട് തരാം, കുറച്ച് പ്രോബ്ലംസ് ഞാൻ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇട്ട് തരാം. അങ്ങനെയെല്ലാം നമുക്ക് പ്രോബ്ലം മൊത്തം നമ്മൾ കവർ ചെയ്യും. പക്ഷേ നമ്മൾ ഒരു സെക്ഷന് പ്രോബ്ലം മൊത്തവും തീർന്നിട്ട് അടുത്ത സെക്ഷനോട്ട് പോകാനിരുന്ന് കഴിഞ്ഞാൽ അത് തീരത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട്. തേർഡ് മൊഡ്യൂൾ തുടങ്ങിയത് ആരെങ്കിലും ഉണ്ടോ? വേറെ ഉണ്ടോ? ആരാ?
ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയെ കുറിച്ചാണ്. അപ്പോൾ ആ ഒരു ലോയ്ക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ലിമിറ്റേഷൻ ഓഫ് ഫസ്റ്റ് ലോ എന്താണ്? ഫസ്റ്റ് ലോ only deals with quantitative aspects of energy. എനർജിയുടെ ക്വാണ്ടിറ്റിയെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഇറ്റ് does not deal with direction of energy transfer or feasibility of energy transfer. ഇതാണ് ഫസ്റ്റ് ലോയുടെ ലിമിറ്റേഷൻ. ഇത് നമുക്ക് ചോദിക്കും, വാട്ട് ഡിഫൈൻ ഫസ്റ്റ് ലോ ആൻഡ് എക്സ്പ്ലെയിൻ ദ ലിമിറ്റേഷൻ. അപ്പോൾ ലിമിറ്റേഷൻ എന്താണ്? ഫസ്റ്റ് ലോ പറയുന്നത് Q is equal to ഡെൽറ്റ ഇ പ്ലസ് ഡബ്ല്യു എന്ന് പറയുന്നുണ്ട്. അതായത് ക്വാണ്ടിറ്റി അല്ലേ ഇതിനകത്ത് പറയുന്നത്. എന്തുവാ? Q എന്ന് പറയുന്നത് ഒരു ഹീറ്റ് ഡെൽറ്റ ഇ ആയിട്ട് ഡബ്ല്യു ആയിട്ട് കൺവേർട്ട് ആകുന്നുണ്ട് അല്ലേ. ഇപ്പോൾ 10 ആണെന്നുണ്ടെങ്കിൽ 2 + 8 ആണോ? 10 ആണെങ്കിൽ 2 + 8. അപ്പോൾ ഇവിടെ എന്താ ഡീൽ ചെയ്യുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് എനർജി അല്ലേ. only deals with quantitative aspects of energy. ഇവിടെ ഏത് ഡയറക്ഷനാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നതും അതോ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാൻ സാധ്യതയുണ്ടോ എന്ന കാര്യങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? It does not deals with the direction of energy transfer or the feasibility of energy transfer. അതായത് ഒരു എനർജി ട്രാൻസ്ഫർ നടക്കണമെന്നുണ്ടെങ്കിൽ ഏത് ഡയറക്ഷനിലാണ് എനർജി ട്രാൻസ്ഫർ നടക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ഒരു എനർജി ട്രാൻസ്ഫർ നടക്കാൻ സാധ്യതയുണ്ടോ എന്ന് വേണ്ട കാര്യങ്ങളിലൊന്നും ആര് പറയുന്നില്ല. വോയിസ് കട്ടാണ്ടോന്നുണ്ട്, എനിക്ക് മാത്രമാണോ എന്നറിയില്ല. വോയിസ് എല്ലാവർക്കും കട്ടാകുന്നുണ്ടോ? Okay, first law only deals with the quantitative aspects of energy transfer, but it does not deal with the direction of energy transfer or the feasibility of energy transfer. Feasibility of energy transfer എന്ന് പറഞ്ഞാൽ എന്ത് ഉദ്ദേശിക്കുന്നത്? ഫീസിബിലിറ്റി ഓഫ് എനർജി ട്രാൻസ്ഫർ നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്? പോസിബിലിറ്റി, ആ ഒരു പ്രോസസ്സ് നടക്കുമോ ഇല്ലയോ എന്നാണ് പ്രോസസ്സ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സെക്കൻഡ് ലോ എന്തുമായിരിക്കും പറയുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. സെക്കൻഡ് ലോ ഗീവ്സ് ദി ഡയറക്ഷൻ ഓഫ് എനർജി ട്രാൻസ്ഫർ ആണോ? ഫസ്റ്റ് ലോയുടെ ലിമിറ്റേഷൻ അല്ലേ സെക്കൻഡ് ലോ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ലോ ഗീവ്സ് എ ഡയറക്ഷൻ ഓഫ് എനർജി ട്രാൻസ്ഫർ. അത് മാത്രമാണോ? സെക്കൻഡ് ലോ പ്രൊവൈഡ് എ ക്രൈറ്റീരിയ ആസ് ടു പ്രോബബിലിറ്റി of various process. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ലോ എന്താണ് പറയുന്നത്? സെക്കൻഡ് ലോ എന്താണ് പറയുന്നത് നമുക്ക് പിന്നെ പഠിക്കാം. പക്ഷേ സെക്കൻഡ് ലോയുടെ കോൺസെപ്റ്റ് എന്താണ്? എന്തൊക്കെ നമുക്ക് അതിനകത്ത് കിട്ടുന്നത്? എന്തൊക്കെയാണ് കിട്ടുന്നത് നമുക്ക്? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഹലോ, ഹലോ,
ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ലെവലിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ബേസിക് കോൺസെപ്റ്റ്സ് പറയാനുണ്ട്. അപ്പോൾ സെക്കൻഡ് ലോ എന്താണ് നമുക്ക് കിട്ടുന്നത് മനസ്സിലായല്ലോ. ഇത് ഗീവ്സ് എ ഡയറക്ഷൻ ഓഫ് എനർജി ട്രാൻസ്ഫർ, ആൾസോ പ്രൊവൈഡ് എ ക്രൈറ്റീരിയ ഓഫ് ദി പ്രോബബിലിറ്റി ഓഫ് വേരിയബിൾ. ഒരു പ്രോസസ്സ് നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ക്രൈറ്റീരിയ നമുക്ക് സെക്കൻഡ് ലോയ്ക്ക് അതൊന്ന് കിട്ടും. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ഹലോ, ഇനി നമ്മൾ ഹീറ്റിനെ കുറിച്ചും വർക്കിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിക്കാൻ പോവാം. നമ്മൾ ഹീറ്റിനെ കുറിച്ചും വർക്കിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഹീറ്റിൻ്റെ വർക്കിൻ്റെ യൂണിറ്റ് എന്താ? ഹീറ്റിൻ്റെ വർക്കിൻ്റെ യൂണിറ്റ് എന്താ? ഹീറ്റിൻ്റെ വർക്കിൻ്റെ യൂണിറ്റ് എന്താ? ജൂളാണ്. ജൂളാണ്. നമ്മൾ ജൂൾ പെർ സെക്കൻഡിലാണ് സാധാരണ പറയുന്നത് അല്ലേ. അപ്പം നമ്മൾ എത്ര വർക്ക് ഇപ്പോൾ യൂണിറ്റ് ടൈം എന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഹീറ്റും വർക്കും മ്യൂച്വലി കൺവേർട്ടബിൾ ആണോ? ഹീറ്റും വർക്ക്, എൻ്റെ ക്വസ്റ്റ്യൻ ഈസ് ഹീറ്റ് ആൻഡ് വർക്ക് ആർ മ്യൂച്വലി കൺവേർട്ടബിൾ. നിങ്ങളുടെ കോമൺ സെൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ആൻസറാണ് പറയാൻ പറ്റുന്നത് വെച്ചാൽ പറഞ്ഞോ. ഈ ഹീറ്റ് ആൻഡ് വർക്ക് ആർ മ്യൂച്വലി കൺവേർട്ടബിൾ. ഹീറ്റിനെ വർക്കായിട്ടും വർക്കിനെ ഹീറ്റായിട്ടും കംപ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ഹീറ്റിനെ വർക്കായിട്ടും വർക്കിനെ ഹീറ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? ലോസ് ഉണ്ടാവും. പക്ഷെ നമുക്കൊന്ന് നോക്കിയാലോ. ഞാനൊരു സിസ്റ്റം എടുക്കുന്നു. ഓക്കെ, ഒരു സിസ്റ്റം എടുക്കുന്നു. ഈ സിസ്റ്റത്തിനകത്തോട്ട് ഞാൻ വർക്ക് കൊടുക്കുന്നു. അപ്പോൾ വർക്ക് സിസ്റ്റം ഇനിഷ്യലി 1 എന്ന് പറയുന്ന സ്റ്റേറ്റിലായിരുന്നു. വർക്ക് കൊടുക്കുമ്പോഴത്തേന് സിസ്റ്റം എങ്ങോട്ട് എത്തുന്നു? 2 എത്തുന്നു. സ്റ്റേറ്റ് 1, സ്റ്റേറ്റ് 2 ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു. സിസ്റ്റത്തിലോട്ട് ഞാനൊരു വർക്ക് കൊടുക്കുന്നു. ആ സിസ്റ്റത്തിലോട്ട് കൊടുക്കുന്ന വർക്കാണ് വർക്ക് 1 to വർക്ക് ഡൺ ഫ്രം 1 to 2. ഓക്കെ, അപ്പോൾ സിസ്റ്റത്തിലോട്ടൊരു വർക്ക് കൊടുക്കുന്നു ആണല്ലോ. ഇനി എനിക്ക് ഈ സിസ്റ്റത്തിനെ തിരിച്ച് 1 കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എന്തോ എടുക്കണം? സിസ്റ്റത്തിനെ തിരിച്ച് 1 കൊണ്ടുവരാൻ വേണ്ടി എന്തോ എടുക്കണം? നമ്മൾ ഈ കൊടുത്ത വർക്കിനെ എന്തായിട്ട് റിജക്റ്റ് ചെയ്യണം? അപ്പോൾ ഈ ഹീറ്റായിട്ട് റിജക്റ്റ് ചെയ്യണം. അതായത് Q21 തൊട്ട് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സിസ്റ്റം ഏത് സ്റ്റേറ്റിലോട്ട് എത്തും? 1 എത്തും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? വർക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്? വർക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ കൊടുക്കുന്ന വർക്കിന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് സെക്കൻഡ് കേസ് നോക്കാം. സെക്കൻഡ് കേസ് എന്ന് പറയുമ്പോഴത്തേന് ഞാൻ എഗെയിൻ ഒരു സിസ്റ്റം എടുക്കുന്നു. സിസ്റ്റത്തിലോട്ട് ഞാൻ ഇനിഷ്യലി കൊടുക്കുന്നത് ഹീറ്റ് കൊടുക്കുന്നു.
അപ്പോൾ സിസ്റ്റം സ്റ്റേറ്റ് 1ൽ നിന്ന് സ്റ്റേറ്റ് 2ലോട്ട് എത്തുന്നു. ആണല്ലോ, സ്റ്റേറ്റ് 1ൽ നിന്ന് സ്റ്റേറ്റ് 2ലോട്ട് എത്തുന്നു. എത്തിയോ? ഇനി ഞാൻ ഈ സ്റ്റേറ്റ് 2ന് തിരിച്ച് സ്റ്റേറ്റ് 1ലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ കൊടുത്ത ഹീറ്റ് എന്തായിട്ട് റിജക്റ്റ് ചെയ്യണം? വർക്കായിട്ട് റിജക്റ്റ് ചെയ്യാൻ പറ്റുമോ നമ്മൾ നോക്കാൻ പോവാം. വർക്കായിട്ട് റിജക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, റിജക്റ്റ് ചെയ്യും. 2-1 റിജക്റ്റ് ചെയ്യും. പക്ഷേ ഒരിക്കലും സിസ്റ്റം ഈ 1 എന്നുള്ള സ്റ്റേറ്റിലോട്ട് തിരിച്ചു വരത്തില്ല. കാരണം നമുക്ക് ഹീറ്റിനെ ഒരിക്കലും കംപ്ലീറ്റ് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പറ്റുമായിരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ IC എൻജിൻസ് ഒക്കെ 100% എഫിഷ്യൻ്റ് ആവത്തില്ലായിരുന്നോ? അല്ലേ? നമ്മൾ ഹീറ്റ് കൊടുക്കുന്നു, നമുക്ക് 100% വർക്ക് കിട്ടുമോ? ഹീറ്റ് കൊടുക്കുന്ന 100% വർക്ക് കിട്ടുമോ? ഇല്ല. ഹീറ്റ് കൊടുക്കുമ്പോൾ 100% വർക്ക് കിട്ടത്തില്ല. അതായത് ഇവിടെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ Q12 ഈസ് ഗ്രേറ്റർ ദാൻ Q21. അതായത് കുറച്ച് ഹീറ്റിൻ്റെ ഒരു പാർട്ട് നമുക്ക് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഹീറ്റിൻ്റെ ഫുള്ള് നമുക്ക് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ഇവിടെ എന്തുണ്ടാവും? ലോസ് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് എന്ത് മനസ്സിലായി? വർക്കിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഹീറ്റിനെ നമുക്ക് വർക്കായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇതിനകത്ത് എന്ത് കൺക്ലൂഷൻ കിട്ടി? എന്ത് കൺക്ലൂഷൻ കിട്ടി? വർക്ക് ക്യാൻ ബി കംപ്ലീറ്റ്ലി converted to heat. Heat cannot completely converted to work. ഈ രണ്ട് റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വർക്കിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഹീറ്റിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ഹീറ്റ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. വളരെ ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ആദ്യം ഒരു സിസ്റ്റം എടുക്കുന്നു. ആ സിസ്റ്റത്തിൽ ഞാനൊരു വർക്ക് കൊടുക്കുന്നു. ആ സിസ്റ്റത്തിൽ ഞാനൊരു വർക്ക് കൊടുക്കുന്നു. വർക്ക് ഡൺ. അപ്പോൾ സിസ്റ്റം 1ൽ നിന്ന് സിസ്റ്റം 2 സ്റ്റേറ്റ് 2ന് സ്റ്റേറ്റ് 1ൽ നിന്ന് സ്റ്റേറ്റ് 2ലോട്ട് പോകുന്നു. ഇനി തിരിച്ച് എനിക്ക് 2ൽ നിന്ന് തിരിച്ച് 1ലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഈ വർക്കിനെ ഞാൻ ഹീറ്റായിട്ട് റിജക്റ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, സിസ്റ്റം തിരിച്ച് 1ലെത്തി. അപ്പോൾ ഇവിടെ നമുക്കറിയാം വർക്ക് 12 = ഹീറ്റ് 12. അതായത് കൊടുത്ത വർക്കിനെ കംപ്ലീറ്റ് ആയിട്ട് ഹീറ്റായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഹീറ്റ് കൊടുക്കുന്നു. പക്ഷേ നമുക്ക് ആ സെയിം ഹീറ്റിൻ്റെ തത്തുല്യമായിട്ടുള്ള വർക്ക് ഇതിനകത്തൊന്നും നമുക്ക് കിട്ടത്തില്ല. ഇവിടെ എപ്പോഴും കൊടുക്കുന്ന ഹീറ്റ് കൂടുതലും അവിടെ ഉണ്ടാവുന്ന വർക്ക് കുറവായിരിക്കും. ബാക്കിയുള്ള ഹീറ്റ് എവിടെ പോയി? ബാക്കിയുള്ള ഹീറ്റ് എവിടെ പോയി? നമ്മുടെ IC എൻജിൻസ് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ അല്ലേടാ. നമ്മൾ കൊടുക്കുന്ന ഫ്യൂവൽ കംപ്ലീറ്റ് ആയിട്ട് വർക്കായിട്ട് കൺവേർട്ട് ആവുന്നുണ്ടോ IC എൻജിൻസിനകത്ത്? നമ്മുടെ കാറ് അല്ലെങ്കിൽ ബൈക്ക് ഇതുപോലെ എൻജിൻസിനകത്ത് നമ്മൾ കൊടുക്കുന്ന പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ, ആ ഫ്യൂവലിന് തത്തുല്യമായിട്ടുള്ള ഫുൾ എനർജി നമുക്ക് വർക്കായിട്ട് കിട്ടുന്നുണ്ടോ? ഉണ്ടോ? ആ സെയിം സംഭവമാണ്. നമ്മൾ ഹീറ്റ് കൊടുക്കുന്നത്, പക്ഷെ അതിൻ്റെ ഒരു ഭാഗം മാത്രമേ വർക്കായിട്ട് കൺവേർട്ട് ആവുന്നുള്ളൂ. ബാക്കി എന്തായി പോകുന്നു? ലോസായി പോകുന്നു. അപ്പോൾ വർക്കും ഹീറ്റും രണ്ട് സ്റ്റാൻഡേർഡിലുള്ള രണ്ട് രീതിയിലുള്ള എനർജികളാണ്. ആണോ? വർക്കും ഹീറ്റും രണ്ട് രീതിയിലുള്ള എനർജിയാണ്. ഏതാ കൂടിയാടാ?
വർക്ക് കൂടിയ ആള് ഹീറ്റ് ആണോ കൂടിയ ആള്? നമുക്ക് എപ്പോഴും മുകളിൽ നിന്ന് താഴോട്ട് പറയാൻ എളുപ്പം, താഴെ നിന്ന് മുകളിലോട്ട് പോകാനല്ലേ പാട്. മുകളിൽ നിന്ന് താഴോട്ട് വരാൻ എളുപ്പമാണ്, താഴെ നിന്ന് മുകളിലോട്ട് പോകാനല്ലേ പാട്, ആണോ? അപ്പം ഏതാണ് ഹൈ ഗ്രേഡ് എനർജി? ഏതാണ് ഹൈ ഗ്രേഡ് എനർജി, ഏതാണ് ലോ ഗ്രേഡ് എനർജി? വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വർക്കിൻ്റെ പൊസിഷൻ ഹീറ്റിനെക്കാട്ടിൽ എവിടെ ആയിരിക്കും? വർക്ക് എന്ന് വെച്ചാൽ ഹൈ ഗ്രേഡ് എനർജിയാണ്. ഒരു ഹൈ ഗ്രേഡ് എനർജിയെ ലോ ഗ്രേഡ് ആയിട്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് ഹൈ ഗ്രേഡ് എനർജി ഇൻറ്റു ലോ ഗ്രേഡ് എനർജി ഈസ് പോസിബിൾ. ബട്ട് കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് ലോ ഗ്രേഡ് എനർജി ഇൻറ്റു ഹൈ ഗ്രേഡ് എനർജി പോസിബിൾ ആണോ? കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് ഹൈ ഗ്രേഡ് എനർജി ടു ലോ ഗ്രേഡ് എനർജി പോസിബിൾ ആണോ? പോസിബിൾ ആണോ? എടാ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയട്ടെ. നിങ്ങളിപ്പോൾ സെമസ്റ്റർ 3 എല്ലാം പഠിച്ചു കഴിഞ്ഞില്ലേ, ഇപ്പം നമ്മൾ സെമസ്റ്റർ 4 ഇപ്പം നിങ്ങൾ സെമസ്റ്റർ 3 ഇപ്പം നിങ്ങളിപ്പം നിൽക്കുന്നത് നിങ്ങളുടെ സെമസ്റ്റർ 4 ഹൈ ഗ്രേഡാണ്, സെമസ്റ്റർ 3 ലോ ഗ്രേഡാണ്. അപ്പോൾ നിങ്ങൾ പഴയ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാം പെട്ടെന്ന് മനസ്സിലാവത്തില്ലേ, ഒരുമാതിരി പഠിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കി, S5 ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? സിമ്പിളായിട്ട് ഞാൻ ജസ്റ്റ് മനസ്സിലാൻ വേണ്ടി പറഞ്ഞു. അതുപോലെ തന്നെ വർക്ക് എന്ന് പറയുമ്പോൾ ഹൈ ഗ്രേഡ് എനർജിയും ഹീറ്റ് എന്ന് പറയുന്നത് ലോ ഗ്രേഡ് എനർജിയാണ്. അപ്പോൾ ഒരിക്കലും ലോ ഗ്രേഡ് എനർജിയെ കംപ്ലീറ്റ് ആയിട്ട് ഹൈ ഗ്രേഡ് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് എന്താണ് ഇതിനകത്ത് കിട്ടിയ റിസൾട്ട് എന്താണ്? കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് ഹൈ ഗ്രേഡ് എനർജി to low grade energy is possible ആണോ നോട്ട് പോസിബിൾ ആണോ? കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് ഹൈ ഗ്രേഡ് എനർജി ടു ലോ ഗ്രേഡ് എനർജി പോസിബിൾ ആണോ നോട്ട് പോസിബിൾ ആണോ? കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് ഹൈ ഗ്രേഡ് എനർജി ടു ലോ ഗ്രേഡ് എനർജി പോസിബിൾ ആണോ നോട്ട് പോസിബിൾ ആണോ? പോസിബിൾ ആണ്. പോസിബിൾ. അപ്പോൾ കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് ലോ ഗ്രേഡ് എനർജി ടു ഹൈ ഗ്രേഡ് എനർജി പോസിബിൾ ആണോ നോട്ട് പോസിബിൾ ആണോ? പോസിബിൾ ആണോ നോട്ട് പോസിബിൾ ആണോ? നോട്ട് പോസിബിൾ. നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ ക്ലിയർ ആവുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയർ ആയോ? അപ്പം ഞാൻ ഇത്രയും പറഞ്ഞ കാര്യത്തിൻ്റെ റിസൾട്ട് ഞാൻ ഒന്ന് പറയാം. അപ്പം ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വർക്കിനെ ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ, ഓക്കെ, ഞാൻ വർക്കിനെ ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം. വർക്കിനെ ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ പരസ്പരം എന്തുമായിരിക്കും? വർക്കിനെ ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വാല്യൂ തമ്മിൽ എന്തുമായിരിക്കും? വർക്ക് ഈസ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ടു വർക്ക് ക്യാൻ ബി കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ടു അപ്പോൾ ഇവിടെ ഈക്വൽ ടു കൊടുക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്തുവാ? വർക്ക് ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് കൺവേർഷൻ പോസിബിൾ ആണെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതിൻ്റെ അർത്ഥം എന്തുവാ? ഇതിൻ്റെ അർത്ഥം എന്തുവാ? ഹീറ്റ് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് കൺവേർഷൻ പോസിബിൾ ആണോ?
എപ്പോഴും കൊടുക്കുന്ന ഹീറ്റിനെക്കാളും കുറവായിരിക്കും അവിടെ ജനറേറ്റ് ചെയ്യുന്ന വർക്ക്. ആണോ? അങ്ങനെയാണോ ഇതിൻ്റെ അർത്ഥം? അങ്ങനെയാണോ ഇതിൻ്റെ അർത്ഥം? സ്റ്റുഡൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറയുന്ന കോൺസെപ്റ്റുകൾ കേട്ടോ. കോൺസെപ്റ്റ് കിട്ടിയില്ലെങ്കിൽ തെർമോഡൈനാമിക്സ് മനസ്സിലാകത്തില്ല. ഇതൊക്കെ ഡെറിവേഷനൊക്കെ ഇത് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ബേസിക് കോൺസെപ്റ്റ്സ് മനസ്സിൽ കയറിയില്ലെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകുമ്പോഴത്തേനും നല്ല ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഗൗരിനാഥ്, ഞാൻ ഇത്രയും തന്നെ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞേ. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് എന്താന്ന് പറഞ്ഞേ? സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ ഞാൻ എത്തിയിട്ടില്ല. അതിന്റെ ഇൻട്രൊഡക്ഷനിലോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ബേസ് പറഞ്ഞു. പറഞ്ഞു. ബേസ് പറഞ്ഞു ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് ഉള്ള ട്രാൻസ്ഫോർമേഷൻ, അതായത് വർക്ക് ചെയ്യുന്നതും എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഓക്കെ. അതില് ഹീറ്റ് കംപ്ലീറ്റ് ആയിട്ട് വർക്കായിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഹീറ്റ് വർക്ക് അതേപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഹീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. തെറ്റി. തിരിച്ചാണ്. ഏതാ ഹൈഗ്രേഡ് എനർജി? ഹൈഗ്രേഡ് എനർജി വർക്ക്. ഹൈഗ്രേഡ് എനർജി ലോ ഗ്രേഡ് എനർജി കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ലോ ഗ്രേഡ് ഹൈഗ്രേഡ് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പഠിക്കുക, മനസ്സിലായില്ല? അപ്പോൾ ഹൈഗ്രേഡ് എനർജി വർക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ് ആയിട്ട് പറ്റും. പക്ഷെ ഹീറ്റ് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് ലോസസ് ഒക്കെ ഉണ്ടാവും. അല്ലോ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി പറഞ്ഞത്? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ പറഞ്ഞത്? നോട്ട്സ് എഴുതിയോ എല്ലാവരും? കുറിച്ച് വെച്ചോ എല്ലാവരും? അപ്പോൾ ഇങ്ങനെ എഴുതിക്കോ: എ കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് ലോ ഗ്രേഡ് എനർജി ഇൻറ്റു ഹൈ ഗ്രേഡ് എനർജി ഇൻ എ സൈക്കിൾ ഈസ് ഇമ്പോസിബിൾ. എന്താണ് കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് low grade energy into high grade energy in a cycle is impossible. എഴുതിയോ എല്ലാവരും? ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് ഹൈ ഗ്രേഡ് എനർജി ടു ലോ ഗ്രേഡ് എനർജി ഈസ് പോസിബിൾ ആണ്. പക്ഷേ കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് ലോ ഗ്രേഡ് എനർജി ടു ഹൈ ഗ്രേഡ് എനർജി ഈസ് നോട്ട് പോസിബിൾ ഇൻ എ സൈക്കിൾ. ഒരു സൈക്ലിക് പ്രോസസ്സാണ് കേട്ടോ. ഇത്ര എഴുതിയോ എല്ലാവരും? ഓക്കെ. അപ്പോൾ അടുത്ത കോൺസെപ്റ്റിലോട്ട് പോയാലോ? ഹലോ. ഓക്കെ. സൈക്ലിക് ഹീറ്റ് എഞ്ചിൻ നമുക്ക് ഇനി എപ്പോഴും ആവശ്യമുള്ള സാധനമാണ്. നമുക്കിനി എപ്പോഴും ആവശ്യമുള്ള സാധനമാണ് സൈക്ലിക് ഹീറ്റ് എഞ്ചിൻ. എന്താണ് സൈക്ലിക് ഹീറ്റ് എഞ്ചിൻ? അപ്പോൾ ഇതിനകത്ത് ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻ്റ് ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ ഐ സി എഞ്ചിൻസ് അറിയാം. ഐ സി എഞ്ചിൻസ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ ഫസ്റ്റ് ഇയർ ഐ സി എഞ്ചിൻസ് പഠിച്ചില്ലേ? പഠിച്ചില്ലേ? 2 സ്ട്രോക്ക് എഞ്ചിൻ, 4 സ്ട്രോക്ക് എഞ്ചിനൊക്കെ പഠിച്ചില്ലേ? ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഇനി പഠിച്ചോളും. ഇച്ചിരി കുറച്ചൊക്കെ അറിയാമല്ലോ എന്തായാലും. ഞാനിവിടെ ഒരു പിസ്റ്റൺ സിലിണ്ടർ എടുക്കുക. ഇതാണ് സിലിണ്ടർ. ഈ കാണിക്കുന്നതാണ്, ഈ ഷെയ്ഡ് ചെയ്തേക്കുന്നതാണ് പിസ്റ്റൺ. ഓക്കെ. അപ്പോൾ ഈ സിസ്റ്റത്തിലോട്ട് നമ്മൾ കൊടുക്കുന്ന വർക്കാണ് WC. സിസ്റ്റത്തിലോട്ട് നമ്മൾ കൊടുക്കുന്ന വർഷമാണ് WC, അതായത് കംപ്രഷൻ വർക്കാണ് കേട്ടോ. സിസ്റ്റത്തിലൂടെ നമ്മൾ കൊടുക്കുന്ന വർക്കാണ് WC. ഓക്കെ.
ഡബ്ല്യു കംപ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തുവാ ചെയ്യുന്നത്? കംപ്രസ് ചെയ്തിട്ട് നമ്മൾ ഫ്യൂവൽ ആഡ് ചെയ്ത് കൊടുക്കത്തില്ലേ? ഫ്യൂവൽ കംപ്രസ് ചെയ്തിട്ട് നമ്മൾ എന്തുവാ ചെയ്യുന്നത്? പറഞ്ഞേ. കംപ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഐസി എഞ്ചിനകത്ത് ഗ്യാസ് കംപ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തുവാ ചെയ്ത് കൊടുക്കുന്നത്? എന്തൊക്കെ ചെയ്ത് കൊടുക്കുന്നത്? നിങ്ങൾക്ക് ഐസി എഞ്ചിൻസ് അറിയാവോ? അതെനിക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല ഇപ്പം എന്തായാലും. ഫ്യൂവൽ ആഡ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഫ്യൂവലാന്ന് വെച്ചാൽ എന്താ? ഹീറ്റ് അല്ലേ? അപ്പോൾ Q1 ഹീറ്റ് അഡീഷൻ. ഇപ്പോൾ ഹീറ്റ് ആഡ് ചെയ്തെടുക്കുമ്പോഴത്തേന് ഫ്യൂവൽ ആഡ് ചെയ്തെടുക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? എക്സ്പ്ലോഷൻ സംഭവിക്കത്തില്ലേ? ആണോ? എക്സ്പ്ലോഷൻ സംഭവിക്കത്തില്ലേ? എക്സ്പ്ലോഷൻ സംഭവിക്കുമോ? എക്സ്പ്ലോഷൻ സംഭവിക്കുന്ന സമയത്ത് ഈ പിസ്റ്റൺ എങ്ങോട്ട് മൂവ് ചെയ്യും? തിരിച്ചു മൂവ് ചെയ്യത്തില്ലേ? അപ്പോൾ അതാണ് എക്സ്പാൻഷൻ വർക്ക്. എന്ത് വർക്കാ? എക്സ്പാൻഷൻ വർക്ക്. ഈ വർക്ക് കംപ്രഷൻ വർക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? കംപ്രഷൻ വർക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? കംപ്രഷൻ വർക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഹീറ്റ് വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം. നെഗറ്റീവ്. ഹീറ്റ് അഡീഷൻ നെഗറ്റീവ് ഓർ പോസിറ്റീവ്? ഹീറ്റ് അഡീഷൻ നെഗറ്റീവ് ഓർ പോസിറ്റീവ്? എക്സ്പാൻഷൻ വർക്ക് പോസിറ്റീവ് ഓർ നെഗറ്റീവ്? വർക്ക് ഡൺ ബൈ സിസ്റ്റം എന്തുവാ? പോസിറ്റീവ്. ഇനി നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിനകത്ത് വരുന്ന ഗ്യാസ് തന്നെ വെളിയിലോട്ട് റിജക്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് Q2 ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ Q2 = ഹീറ്റ് റിജക്ഷൻ. ഹീറ്റ് റിജക്ഷൻ പോസിറ്റീവ് ആണോ? ഹീറ്റ് റിജക്ഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇതാണ് ഒരു ഹീറ്റ് എഞ്ചിനകത്ത് നടക്കുന്ന 4 പ്രോസസ്സ്. മനസ്സിലായില്ലേ? കംപ്രഷൻ, ഹീറ്റ് അഡീഷൻ, എക്സ്പാൻഷൻ, ഹീറ്റ് റിജക്ഷൻ. ഇതാണ് ഒരു സൈക്ലിക് ഹീറ്റ് എഞ്ചിനകത്ത് നടക്കുന്ന 4 പ്രോസസ്സുകൾ. ക്ലിയർ ആയോ? അപ്പോൾ ഇതിനകത്ത് നെറ്റ് വർക്ക് ഡൺ എന്തുമായിരിക്കും? നെറ്റ് വർക്ക് ഡൺ എന്തുമായിരിക്കും? ഏത് വർക്കാ പോസിറ്റീവ്? നെറ്റ് വർക്ക് ഡൺ 0. അതെങ്ങനെ 0 ആവുന്നത്? ഇവിടെ WE - WC എന്ന് കൊടുക്കാവോ? നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുമ്പം നമുക്ക് കിട്ടിയ വർക്ക് മൈനസ് നമ്മൾ കൊടുത്ത വർക്ക് എന്ന് കൊടുക്കാവോ? കിട്ടിയ വർക്ക് എന്തുവാ? നമുക്ക് കിട്ടിയ വർക്ക് എന്തുവാ? ഹലോ? നെറ്റ് വർക്ക് ഡൺ = WE - WC. ഏതാ? എക്സ്പാൻഷൻ വർക്ക് കിട്ടിയ വർക്ക്. നമ്മൾ കൊടുത്ത വർക്ക് WC. അപ്പം നെറ്റ് വർക്ക് ഡൺ = നമുക്ക് എങ്ങനെ എഴുതാം? എക്സ്പാൻഷൻ വർക്ക് മൈനസ് കംപ്രഷൻ വർക്ക്. അപ്പം നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ നമുക്ക് എങ്ങനെ എഴുതാം? നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ നമുക്ക് എങ്ങനെ എഴുതാം? Q1 - Q2 എന്ന് എഴുതിക്കൂടെ? നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ നമുക്ക് എങ്ങനെ എഴുതാം?
എത്ര ഹീറ്റ് നമ്മൾ കൊടുത്തെന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? എഴുതാവോ? Q1 മൈനസ് Q2 എന്ന് എഴുതാവോ? എഴുതാവോ? അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ പറയാം? അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്തുവാണ്? ഫോർ എ സൈക്ലിക് പ്രോസസ്സിനകത്ത് ഞാൻ എന്തുവായിരുന്നു ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനനുസരിച്ച് ഫോർ എ സൈക്ലിക് പ്രോസസ്സ് നമ്മൾ എന്ത് പറഞ്ഞത്? Q net is equal to ഒരു പ്രോബ്ലം ചെയ്തായിരുന്നു. ഞാനൊരു ടാബ്ലർ കോളത്തിനകത്ത് തന്നിട്ട് പ്രോബ്ലം ചെയ്ത സമയത്ത് ഫോർ എ സൈക്ലിക് പ്രോസസ്സ് Q net is equal to എന്താ പറഞ്ഞത്? ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ is equal to ടോട്ടൽ വർക്ക് W നെറ്റ്. മനസ്സിലായില്ലേ? കാരണം ഇത് Q is equal to ഡെൽറ്റ ഇ പ്ലസ് W ആണ് വരുന്നത്. ഈ സൈക്ലിക് പ്രോസസ് ആകുമ്പോഴത്തേന് ചേഞ്ച് ഒന്നുമില്ല, ചേഞ്ച് 0 ആയി പോകും. മനസ്സിലായില്ലേ? അങ്ങനെയാണ് Q net is equal to W നെറ്റ് എന്ന് വരുന്നത്. അപ്പോൾ ഇവിടെ Q നെറ്റിൻ്റെ ഫോർമുല എന്തുവാ? Q1 മൈനസ് Q2 is equal to W നെറ്റ് എന്താണ്? W നെറ്റ് എന്താണ്? W വർക്ക് നെറ്റ് വർക്ക് ട്രാൻസ്ഫർ എന്താണ്? നെറ്റ് വർക്ക് ഡൺ എന്താണ്? നെറ്റ് വർക്ക് ഡൺ എന്താണ്? ഇവിടെ ഇത് വെച്ചിട്ടുണ്ട്, നോക്കിക്കേ. WE മൈനസ് WC. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എ സൈക്ലിക് ഹീറ്റ് എൻജിൻ ഹീറ്റ് അഡീഷൻ മൈനസ് ഹീറ്റ് റിജക്ഷൻ ഈസ് ഈക്വൽ ടു വർക്ക് എക്സ്പാൻഷൻ അല്ലെങ്കിൽ വർക്ക് ഔട്ട്പുട്ട് മൈനസ് വർക്ക് ഇൻപുട്ട്. ഹീറ്റ് അഡീഷൻ മൈനസ് ഹീറ്റ് അഡീഷൻ മൈനസ് ഹീറ്റ് റിജക്ഷൻ ഈസ് ഈക്വൽ ടു വർക്ക് ഔട്ട്പുട്ട് മൈനസ് വർക്ക് ഇൻപുട്ട്. എഴുതാവോ? ഇങ്ങനെ എഴുതാവോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റിസൾട്ടുകളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ബോക്സിലിട്ട് വെക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. സെക്കൻഡ് ലോ ഫസ്റ്റ് ലോ ലിമിറ്റേഷൻ പറഞ്ഞു. ഫസ്റ്റ് ലോ ഒൺലി ഡീൽസ് വിത്ത് ദ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് എനർജി ട്രാൻസ്ഫർ. ഇറ്റ് ഡസ് നോട്ട് ഡീൽസ് വിത്ത് ദി ഡയറക്ഷൻ ഓഫ് എനർജി ട്രാൻസ്ഫർ ആൻഡ് ഫീസിബിലിറ്റി ഓഫ് എനർജി ട്രാൻസ്ഫർ. സോ second law of thermodynamics deals with the direction of energy transfer and the feasibility of energy transfer. So second law of thermodynamics അനുസരിച്ച് നമുക്ക് വർക്കും ഹീറ്റും രണ്ട് എനർജി ഫോംസ് ഉണ്ട്. സോ വർക്ക് ഈസ് എ ഹൈ ഗ്രേഡ് എനർജി ആൻഡ് ഹീറ്റ് ഈസ് എ ലോ ഗ്രേഡ് എനർജി. ഹിയർ ദ കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് ഹൈ ഗ്രേഡ് എനർജി ടു ലോ ഗ്രേഡ് എനർജി ഈസ് പോസിബിൾ. ദാറ്റ് ഈസ് വർക്ക് ക്യാൻ ബി കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ്, ബട്ട് ദ കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് ലോ ഗ്രേഡ് എനർജി ടു ഹൈ ഗ്രേഡ് എനർജി ഈസ് നോട്ട് പോസിബിൾ. അതായത് ഹീറ്റ് കനോട്ട് ബി കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ടു വർക്ക്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അതിനുശേഷം ഞാൻ പറഞ്ഞു ഒരു സൈക്ലിക് ഹീറ്റ് എഞ്ചിനെ പറ്റിയാണ് പറഞ്ഞത്. ഒരു സൈക്ലിക് ഹീറ്റ് എഞ്ചിനകത്ത് 4 പ്രോസസ്സുകളാണ് നടക്കുന്നത്. എന്തൊക്കെ പ്രോസസ്സുകളാണ്? 4 പ്രോസസ്സ്. ഒരു സൈക്ലിക് ഹീറ്റ് എഞ്ചിനകത്ത് 4 പ്രോസസ്സുകളാണ്. എന്തൊക്കെ പ്രോസസ്സുകളാണ് നടക്കുന്നത്? ഒരു സൈക്ലിക് ഹീറ്റ് എഞ്ചിനകത്ത് 4 പ്രോസസ്സുകൾ നടക്കുന്നത്. എന്തൊക്കെ പ്രോസസ്സുകളാണ്? ഹലോ, നോ റെസ്പോൺസ്. കംപ്രഷൻ, ഹീറ്റ് അഡീഷൻ, എക്സ്പാൻഷൻ, ഹീറ്റ് റിജക്ഷൻ. അപ്പോൾ ഈ സൈക്ലിക് പ്രോസസ്സിനകത്ത് ഹീറ്റ് അഡീഷൻ മൈനസ് ഹീറ്റ് റിജക്ഷൻ ഈസ് ഈക്വൽ ടു വർക്ക് ഔട്ട്പുട്ട് മൈനസ് വർക്ക് ഇൻപുട്ട് നമുക്ക് പറയാം. അതായത് Q1 മൈനസ് Q2 ഈസ് ഈക്വൽ ടു WE മൈനസ് WC നമുക്ക് പറയാം.
ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് എഫിഷ്യൻസി ഓഫ്, ഒരു കാര്യം കൂടെ പറയുവാണ്, എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എൻജിൻ. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും വരുന്നത് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ആയിരിക്കും എഫിഷ്യൻസി വരുന്നത്. ആണോ? എഫിഷ്യൻസി നമ്മൾ എങ്ങനെ എടുക്കുന്നത്? ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ആണോ? അല്ലേ? എഫിഷ്യൻസിയുടെ ബേസിക് ഫോർമുല എന്താണ്? എഫിഷ്യൻസിയുടെ ബേസിക് ഫോർമുല എന്താണ്? എഫിഷ്യൻസിയുടെ ബേസിക് ഫോർമുല എന്താണ്? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അപ്പോൾ നമ്മുടെ ഹീറ്റ് എഞ്ചിനകത്ത് ഔട്ട്പുട്ട് എന്തുവാ? ഹീറ്റ് എഞ്ചിനകത്ത് ഔട്ട്പുട്ട് എന്തുവാ? എന്താ ഔട്ട്പുട്ട്? ഡബ്ല്യു നെറ്റ് അല്ലേ? ഡബ്ല്യു നെറ്റ് അല്ലേ ഔട്ട്പുട്ട്? ആണോ? ഡബ്ല്യു നെറ്റ് അല്ലേ ഔട്ട്പുട്ട്? ഇൻപുട്ട് എന്തുവാ? ഇൻപുട്ട് ഇൻപുട്ട് എന്തുവാ? ഇൻപുട്ട് എന്തുവാ? ഒന്ന് നോക്കിക്കേ. ഈ നമ്മൾ ഇൻപുട്ടായിട്ട് എന്തുവാ കൊടുക്കുന്നത് ഈ ഫിഗറിനകത്ത്? എന്തോ ഇൻപുട്ട്? നെറ്റ് ഹീറ്റ് അഡീഷൻ. ആഹാ, ആര് പറഞ്ഞു? നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ആണോ ഇൻപുട്ട്? ഈ കൊടുക്കുന്ന ഇൻപുട്ട് നമ്മൾ എത്ര ഹീറ്റാണ് കൊടുക്കുന്നത്? ഹീറ്റ് അഡീഷനാ ഇൻപുട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇൻപുട്ട് എന്തുവാ? Q1 ആണോ? അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടിയ വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്പാൻഷൻ വർക്കിനകത്തുനിന്ന് കംപ്രഷൻ വർക്ക് സബ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ കിട്ടിയ വർക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. എക്സ്പാൻഷൻ വർക്ക് ഫുള്ള് നമുക്ക് കിട്ടത്തില്ല. കാരണം എന്താണ്? അതിനകത്തൊരു ഭാഗം നമ്മൾ കംപ്രഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നെറ്റ് വർക്ക് എന്ന് പറയുമ്പോഴത്തേന് എക്സ്പാൻഷൻ വർക്ക് മൈനസ് കംപ്രഷൻ വർക്കാണ്. അതാണ് ഡബ്ല്യു നെറ്റ് ഡിവൈഡ് ബൈ ഇൻപുട്ട്. എന്താണ് ഇൻപുട്ട്? ഇൻപുട്ട് എന്താണ്? നമ്മൾ കൊടുക്കുന്ന എനർജി എന്താണ്? കൊടുക്കുന്നത് എന്താണ്? കൊടുക്കുന്ന ഹീറ്റ് എന്തുവാ? കൊടുക്കുന്ന ഹീറ്റ് എന്താണ്? പറഞ്ഞേ. ഓക്കെ. അപ്പം ഈ ക്യൂ നെറ്റിന്റെ ഫോർമുല എന്താ? ക്യൂ നെറ്റിന്റെ ഫോർമുല ഡബ്ല്യു നെറ്റിന്റെ ഫോർമുല എന്തുവാ? ഡബ്ല്യു നെറ്റിന്റെ ഫോർമുല ഓക്കെ. ഡബ്ല്യു എക്സ്പാൻഷൻ മൈനസ് ഡബ്ല്യു കംപ്രഷൻ ഡിവൈഡ് ബൈ Q1. ഈ എക്സ്പാൻഷൻ മൈനസ് ഡബ്ല്യു കംപ്രസറിന് എന്തിനോട് ഈക്വലാ? ഡബ്ല്യു എക്സ്പാൻഷൻ മൈനസ് ഡബ്ല്യു കംപ്രസർ എന്തിനോട് ഈക്വലാ? അപ്പോൾ എനിക്ക് അതിന് പകരം Q1 മൈനസ് Q2 എന്ന് കൊടുക്കാമല്ലോ. അപ്പോൾ Q1 മൈനസ് Q2 ഡിവൈഡ് ബൈ Q1. അപ്പോൾ ഇതിനെ ഞാൻ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? Q1 ബൈ Q1 മൈനസ് Q2 ഡിവൈഡ് ബൈ Q1. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഫൈനലി 1 മൈനസ് Q2 ബൈ Q1 എന്ന് കിട്ടും. അപ്പോൾ എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ ഈസ് ഈക്വൽ ടു 1 മൈനസ് ഹീറ്റ് റിജക്റ്റഡ് മൈനസ് ഹീറ്റ് ആഡഡ്. ആണോ? എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ ഈസ് ഈക്വൽ ടു 1 മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ഡിവൈഡ് ബൈ ഹീറ്റ് ആഡഡ്. ആണോ?
ഇതൊക്കെ പ്രോബ്ലത്തിനകത്ത് ആവശ്യം വരുന്നതാണ്. അപ്പോൾ ഹീറ്റ് എഞ്ചിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേന് ഒരു സൈക്ലിക് ഹീറ്റ് എഞ്ചിനാണ്. 4 പ്രോസസ്സുകളാണ് അതിനകത്ത് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോഴത്തേന് കംപ്രഷൻ, സെക്കൻഡ് വൺ ഹീറ്റ് അഡീഷൻ, തേർഡ് വൺ എക്സ്പാൻഷൻ, ഫോർത്ത് വൺ ഹീറ്റ് റിജക്ഷൻ. So according to the first law of thermodynamics, for a cyclic process, net heat transfer is equal to net work transfer. But net heat transfer Q net is equal to Q W net. W net എന്ന് പറയുമ്പോൾ നെറ്റ് വർക്ക് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോഴത്തേന് എക്സ്പാൻഷൻ വർക്ക് മൈനസ് കംപ്രഷൻ വർക്കാണ്. നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോഴത്തേന് ഹീറ്റ് അഡീഷൻ മൈനസ് ഹീറ്റ് റിജക്ഷൻ ആണ്. എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേന് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് നമ്മുടെ W നെറ്റ് ആണ് വർക്ക് ഔട്ട്പുട്ട്. വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ എന്താണ് എക്സ്പാൻഷൻ വർക്ക് മൈനസ് കംപ്രഷൻ വർക്കാണ്. അതിന് പകരം നമുക്ക് Q1 മൈനസ് Q2 എന്ന് കൊടുക്കാം. ഫൈനലി നമുക്ക് എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ ഇസിക്കൽ ടു 1 മൈനസ് Q2 ബൈ Q1 എന്ന് കിട്ടും. അതായത് എഫിഷ്യൻസി ഇസിക്കൽ ടു 1 മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ഡിവൈഡ് ബൈ ഹീറ്റ് ആഡഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഞാൻ ഫാസ്റ്റായിട്ടാണോ പോകുന്നത്? ഫാസ്റ്റായിട്ടാണോ പോകുന്നത്? ഹലോ